ശക്തമായ മഴയിൽ തൃശൂരിൽ ജനജീവിതം താറുമാറായി. നഗരത്തിലും ഉൾപ്രദേശങ്ങളിലും വീടുകളിൽ വെള്ളം കയറി. നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചു. അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികളെ വിലക്കിയിട്ടുണ്ട്. ചേലക്കരയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. തൃശ്ശൂരിലെ നഗരത്തിലെ അശ്വനി ജംഗ്ഷന് സമീപമുള്ള റോഡിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. സാമാന്യം നല്ല ഉയരമുള്ള വ്യക്തിയാണ് ഞാനെന്ന് അറിയാമല്ലോ. എന്റെ മുട്ടറ്റം വെള്ളമുണ്ടത്. തോരാത്ത മഴ തൃശൂർ ജനതയ്ക്ക് നൽകിയത് കൊടും ദുരിതം. നഗരത്തിൽ അശ്വനി ജംഗ്ഷനിലും ശങ്കരയ്യ റോഡിലും MG റോഡിലും വീടുകളിൽ വെള്ളം കയറി. പലരും വീട് വിട്ടുപോയി. വീടുകളിൽ കുടുങ്ങിയവരെ പോലീസ് രക്ഷിച്ചു. ഗൃഹോപകരണങ്ങൾ നശിച്ചത് മൂലം ഇവിടെ താമസിച്ചിരുന്നവർക്കുണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടം. മീഡിയ 1 വാർത്തയ്ക്ക് പിന്നാലെ അശ്വനി ജംഗ്ഷന് സമീപത്തെ വീട്ടിലെ വയോധികയെ വളണ്ടിയർമാർ ആശുപത്രിയിലേക്ക് മാറ്റി. എല്ലാ കൊല്ലം ഇതേ സ്ഥിതി തന്നെയാണ്. നല്ല എപ്പോഴും മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളക്കെട്ട് തന്നെയാണ്. മുറിയിൽ മുഴുവൻ വെള്ളം കയറി സാധനങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ടൗണിൽ പോയാൽ എല്ലാ വെള്ളം ഇവിടെ ഉണ്ട്. ഒരു സ്ഥലത്തേക്ക് പോയില്ല. വീടിനകക്കെ നിമിഷ നേരം കൊണ്ട് അതായത് വെള്ളക്കെട്ട് തടയാൻ കോർപ്പറേഷൻ കൃത്യമായ ഇടപെടലുകൾ നടത്തിയില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം കായലോ കടലോ ഒന്നും അടുത്തൊന്നുമില്ല. എന്നിട്ടാണ് നമുക്ക് ഇത്രയും വെള്ളം വരുന്നത്. അത് അധികാരികൾ നോക്കി ചെയ്യേണ്ട കാര്യമാണ്. ബൈക്ക് അവിടെ നശിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ സാധനങ്ങൾ ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെ പോയിട്ട് കംപ്ലൈന്റ് ചെയ്താണ്. ഇതുവരെ ഒരു ഇതുണ്ടായില്ല. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് ഡ്രെയിനേജ് സംവിധാനം സിറ്റി ഡെവലപ്മെന്റ് കാനകളും കണക്ട് ചെയ്തിട്ടില്ല. അതാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. തോടുകളുണ്ട് അത് ഇതുവരെയായിട്ടും വർഷങ്ങളായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശക്തമായ മഴയാണ് വെള്ളക്കെട്ടിന് കാരണമെന്നും മുൻകരുതലുകൾ എടുത്തിരുന്നുവെന്നുമാണ് മേയറുടെ വിശദീകരണം. സമയബന്ധിതമായി എല്ലാ കാനകളും എല്ലാ തോടുകളും നമ്മൾ അപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. 3 കോടി രൂപയാണ് അതിന് ചെലവ് ചെയ്തേക്കുന്നത്. തീവ്ര മഴ പെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രകൃതിയുടെ വികൃതിയാകുമ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനിടെ ചേലക്കരയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ആറ്റൂർ കമ്പനിപ്പടി പ്രദേശത്ത് വെള്ളം നിറഞ്ഞതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം, ചാവക്കാട്, കൊടുങ്ങല്ലൂർ തുടങ്ങിയ മേഖലകളിലും ശക്തമായ മഴ തുടരുകയാണ്. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാം, മീഡിയ 1.